കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. ഇന്ന് പുതിയ അസ്തമന പൂജയൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമുക്ക് തൊഴാൻ പോകണ്ടേ? എല്ലാവരും വരും കേട്ടോ. ചതുർബാഹുവായ വിഗ്രഹത്തിൽ നേത് രൂപത്തിലാണ് ഭഗവാൻ കാത്തു നിൽക്കുന്നത് നമ്മുടെ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട്. ഇന്നിപ്പോൾ വിനായക ചതുർത്ഥിയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ രൂപമുണ്ടോ, എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്? ഇന്ന് വളരെ എന്താ പറയുക, തിരക്ക് കൂടിയ സമയമാണ്. റോഡുകളൊക്കെ നിറച്ച് ഘോഷയാത്രയും ഒക്കെയാണ്. നമുക്കെന്തായാലും കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദർശനം ചെയ്തിട്ട് നമുക്കിങ്ങനെ വരാം. എന്നിട്ട് ഗണേശൻ്റെ അത്തിമര ഗണപതിനെ ഒന്ന് വന്ന് തൊഴാം. അവിടെ വന്ന് സർവ്വവിഘ്നങ്ങളും അകറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ പോരാം. അങ്ങനെ പോരുമ്പോൾ ഇനിയിപ്പോൾ നാളെ പുത്തരിയാണ്, പുത്തരിയല്ല ഇല്ലെന്നറയാണ്, അതിനുള്ള കതിരൊക്കെ വന്നിരിക്കണു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്കിങ്ങനെ തൊഴാനായിട്ട് പോവാം. അങ്ങനെ പോകുമ്പോൾ കൊടിമരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ആ വലിയ ബലിക്കല്ല് കാണാം. ഇന്നിപ്പോൾ അവിടെ ഒരു വലിയ വിളക്ക് സമർപ്പണം അതൊക്കെയാണ് അവിടെ ഉള്ളത്. ആരോ ഒരാൾ വിളക്ക് സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതും കണ്ട് അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ കേശവൻ്റെ 2 കൊമ്പുകൾ കാണാം, സ്വർണം കെട്ടിച്ചത്. അതിന് നടുക്കുള്ള മഹാലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് വാതിൽപ്പടി കയറുമ്പോൾ ഇടതേ ഭാഗത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠം കാണാം, കിടാവിളക്ക് കത്തി നിൽക്കണു. അതേപോലെ വലതേ ഭാഗത്തുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ് നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ കാണുന്ന കാഴ്ച എന്തൊക്കെ രസാച്ചിട്ടാ. ആ സ്വർണ്ണ വിളക്കും നെയ്യ് വിളക്കിലൊക്കെ ഇങ്ങനെ, വെള്ളി വിളക്കിലൊക്കെ നെയ്യ് പകർന്ന് അതിൻ്റെ ദീപങ്ങൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആനന്ദ നൃത്തമാടുക എന്ന് പറഞ്ഞ മാതിരിയാണ്. അങ്ങനെ നമ്മൾ നോക്കി വരുമ്പോൾ ഭഗവാന്റെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽവളകൾ കാണാണ്ട്, അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ അരമണി കാണാണ്ട്, അരമണിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട്, നല്ല പട്ടൊക്കെ ഞൊറിഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ മുകളിലേക്ക് നോക്കി വരുമ്പോൾ 2 കയ്യിൽ ആ ഓടക്കുഴൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഇന്ന് മുരളീധര സ്വരൂപത്തിലാണ് ആ ഒരു കാഴ്ച. അങ്ങനെ ഭഗവാനെ നോക്കിയിട്ട് വരുമ്പോൾ ആ തിരുനെറ്റിയിൽ സ്വർണ്ണ ഗോപി വെച്ചിട്ടുണ്ട്. അതേപോലെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, അങ്ങനെ ആ കിരീടമൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തിരുമുടിമാലകളുണ്ട്. അതുപോലെ തന്നെ ഇനി തൊട്ടടുത്തതായിട്ട് അത് ആ ഗണപതി ഇരിക്കണു. ആ ഗണേശൻ്റെ വിഗ്രഹം നന്നായിട്ടുണ്ടാക്കിയിട്ടുണ്ട് കളഭം കൊണ്ട്. അത് മാത്രമല്ല, ഗണേശനെ കാണാൻ തന്നെ എന്തൊരു രസമാണെന്ന് വെച്ചിട്ടാണ്. അതേപോലെ തന്നെ ഗണേശനുള്ള ആ മോദകമാണ് തോന്നുന്നു, ഒരു ചെമ്പ് നിറച്ച്, അങ്ങനെ ലഡുവാണോ മോദകമായിരിക്കും, ആ മോദകമാണെന്ന് തന്നെ വിചാരിക്കാം നമുക്ക്. ഒരു ചെമ്പ് നിറച്ച് അങ്ങനെ വെച്ചിട്ടുണ്ട്. ആ ഗണേശൻ്റെ ചതുർത്ഥിക്ക് ഇനിയിപ്പോൾ മോദകം കിട്ടിയിട്ട് കഴിച്ചില്ല എന്ന് വേണ്ട, അത് കൊടുത്തില്ല എന്ന് വേണ്ട, അതിന് ഗണേശൻ പിണങ്ങണ്ടെന്ന് വെച്ചിട്ട് ഭഗവാൻ ഉണ്ണിക്കണ്ണനെ അങ്ങോട്ട് കൊടുത്തിട്ടാണ്. ആ ഗണേശനെയും കൂടെ ഇങ്ങനെ ഇരുത്തിയിട്ട് നിറച്ച് മോദകം അങ്ങനെ കൊടുത്തിട്ടാണ്. അതാണ് ഇന്നത്തെ ആ അലങ്കാരം. വളരെ മനോഹരമായിട്ടുള്ള അലങ്കാരമാണ്. എന്ത് രസമാണ്, പറഞ്ഞാലും കണ്ടാലും മതിയാവില്ല, അത്രയ്ക്കും രസം. അതേപോലെ തിരുമുടിമാലകൾ 2 കാണാണ്ട്, തെച്ചിയും തുളസിയായിട്ടുള്ളത്. അതേപോലെ ഉണ്ടമാലയുണ്ട്, തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ട് ഇങ്ങനെ. അതാണ് കാഴ്ച, നല്ല രസമായിട്ടുള്ള കാഴ്ച. ഇന്നത്തെ അലങ്കാരം തന്നെ ഇന്ന് ഉച്ചപൂജ ഉണ്ടായിരുന്നത് ആര്യോദിക്കനാണ്. അതുപോലെ കളഭാലങ്കാരം ചെയ്തിരിക്കുന്നത് കിരണാനന്ദോദിക്കനാണ്, കക്കാട് കിരണാനന്ദോദിക്കനാണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആ ശ്രീകോവിലേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണെന്ന് അങ്ങനെ വിചാരിക്കുക. എല്ലാവരും മനസ്സുകൊണ്ട് ആ ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിലെത്തിയിട്ട് ഭഗവാനെ കാണുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എന്ത് രസമാണ് കാണാൻ. അത് കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴുതു, നേരെ ആ തിടപ്പള്ളി നോക്കി തൊഴുതു. അങ്ങനെ തിരിഞ്ഞിങ്ങനെ വരുമ്പോൾ അല്ലക്കണ്ണനെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴാം. എന്നിട്ട് അങ്ങനെ ഗണേശൻ്റെ അടുത്തേക്ക് വരാം. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ ഒന്നും വലിയ തിരക്ക് കാണാനില്ല. അവിടെ നോക്കുമ്പോൾ ഒന്ന് ചുവന്ന പട്ടിങ്ങനെ ഉടുപ്പിച്ചിട്ടുണ്ട്. കളഭം കൊണ്ട് അത്രയ്ക്കുള്ള അലങ്കാരമൊന്നും ആയിട്ടില്ല, ഒരു കുറച്ചേ ഉള്ളൂ. പിന്നെ മുഖത്ത് മാത്രമേ ഉള്ളൂ കുറച്ച്. ബാക്കിയുള്ള ഭാഗമൊക്കെ അങ്ങനെ ആ സ്വർണത്തിൻ്റെ എന്താ പറയുക, വട്ട് പോലെയുള്ള ആ ഒരു പൊട്ട് പോലെയുള്ള അതങ്ങനെ ചാർത്തിയിട്ടുണ്ട്.
പിന്നെ കിരീടം വെച്ചിട്ടുണ്ട്, അതാണ് ഗണപതിക്കുള്ള അലങ്കാരം. പിന്നെ ധാരാളം പൂക്കളുണ്ട്. അപ്പോൾ എന്തായാലും ഉള്ളിലെ ഗണപതി വളരെ അതിമനോഹരമായിട്ടിരിക്കുമ്പോൾ പിന്നെ ഇനിയിപ്പോൾ പുറത്തായാലും കുഴപ്പമില്ല, പുറത്ത് അത്രയ്ക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ആ ഒരു ധാരണയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഗണേശനെ പ്രാർത്ഥിക്കാം കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവിയുടെ അവിടെ ഇങ്ങനെ ആ കിടാവൾക്ക് കത്തുണ്ട്. 2 മാലകളുണ്ട്, വെളുത്ത പൂവും തുളസിയായിട്ടുള്ളത്. അപ്പോൾ സരസ്വതി ദേവീനെയും പ്രാർത്ഥിക്കുക കേട്ടോ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞിങ്ങനെ വരുമ്പോൾ ആ ചെറിയ ഗണപതിനെ കണ്ടു തൊഴാം. അങ്ങനെ അവിടുന്ന് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴുത് ഇന്ന് മേൽശാന്തിന് അവിടെ ആരോധിക്കാനിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് നമ്മളിങ്ങനെ വാമനാവതാരം, അതേപോലെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെയും ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ അനന്തൻ്റെ അടുത്തേക്ക് വരാം. അനന്തശായിയായ പത്മനാഭനെ കാണാൻ. അവിടെ എന്താ രസം എന്നറിയോ? ബ്രഹ്മാവിന് ഇങ്ങനെ വെളുത്ത താമര കൊണ്ട് വലിയ മാല എന്ന് പറഞ്ഞാൽ നല്ല വലുപ്പം, ഇങ്ങനെ താഴേക്ക് മുട്ടി നിൽക്കണം. പിന്നെ കുറച്ച് മാലകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ബ്രഹ്മാവിനാണ് ആ വലിയ മാല ഇട്ടിട്ടുള്ളത് കേട്ടോ. നല്ല രസമായിട്ടുള്ള മാല, വെള്ള കളറ് താമര, നല്ല രസം. പിന്നെ മുകളിൽ ഇങ്ങനെ തുളസി ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. പിന്നീട് ഇങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. കണ്ണൻ്റെ അവിടെ വന്നിട്ട് കണ്ണനെ കാണുമ്പോൾ എന്താ 2-3 തുളസിമാല ഉണ്ട്. അപ്പോൾ ആ കൃഷ്ണനെ കണ്ട് പ്രാർത്ഥിക്കുക കേട്ടോ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അത് കഴിഞ്ഞിട്ട് ആ മുരുകൻ്റെ അടുത്തേക്ക് നോക്കുക. മുരുകൻ്റെ അടുത്തും മാലയുണ്ട്, അതേപോലെ ധാരാളം ഭസ്മം കൊണ്ട് അഭിഷേകം ചെയ്തിട്ടുണ്ട്. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഇന്ന് മാലയില്ല, കുങ്കുമമില്ല, ഒന്നുമില്ല കേട്ടോ. ആരും ഒന്നും ചാർത്തിയിട്ടില്ല തോന്നുന്നു. തീരെ കുങ്കുമമില്ല, ഒരു മാലയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഹനുമാൻ സ്വാമീനെ പ്രാർത്ഥിക്കുക കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് രാധാകൃഷ്ണ വിഗ്രഹവും ആ കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം താമരക്കണ്ണനെ കണ്ട് തൊഴുതു. കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുതു. എന്നിട്ട് മുകളിലേക്ക് ഇങ്ങനെ കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ കൊടിമരം കാണാം. കൊടിമരം കണ്ട് തൊഴാം. പിന്നെ ആ മണിക്കിണർ നോക്കി തൊഴാം, നൃത്തറ നോക്കി തൊഴാം. പിന്നെ കുറൂരമ്മേനെയും നാരദരെയും വസുദേവരെയൊക്കെ കണ്ടിങ്ങനെ തൊഴുത് വടക്കേ നടയിൽ കൂടെ വരിക. എന്നിട്ട് പുറത്തേക്ക് വന്നാൽ പ്രസാദ കൗണ്ടറിൽ ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ എടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അടുത്ത് ഇങ്ങനെ വരുമ്പോൾ അവിടെ നിന്ന് ഗോളകയാണ്, കാര്യമായിട്ട് വേറെ അലങ്കാരമൊന്നും ആയിട്ടില്ല. ചുവന്ന പട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വേറെ നല്ല ചുവന്ന തെച്ചി പൂവുകൊണ്ടുള്ള മാലകളുണ്ട്. തലയ്ക്ക് മേലെയുണ്ട്, അതേമാതിരി ഇങ്ങനെ താഴത്തുണ്ട്. പിന്നെ ഒരു പച്ച പട്ട് അങ്ങനെ ഞൊറിഞ്ഞ് ബാക്കിൽ വെച്ചിട്ടുണ്ട് പുറകിൽ. അതാണ് ഭഗവതിയുടെ അവിടുത്തെ അലങ്കാരം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ അമ്മേനെ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ തിരിഞ്ഞു നിന്ന് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മമ്മിയൂരപ്പനെ അങ്ങനെ പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വന്ന് ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ മുരളീധരനെയും ആ ഗണപതിയും മോദൊക്കെ ഒക്കെ ഇങ്ങനെ കണ്ട് തൊഴുത് കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നിട്ടും പ്രാർത്ഥിക്കുക, നമസ്കരിക്കുക. അതിനുശേഷം അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് ഇങ്ങനെ വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് ഇങ്ങനെ വരുമ്പോൾ നല്ല കിരീടം വെച്ചിട്ടുണ്ട്. അതേപോലെ മുഖം നന്നായിട്ട് ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. പിന്നെയൊക്കെ അങ്ങനെ ഉടലിൻ്റെ അവിടേക്കൊന്നും ഇല്ല. അതേപോലെ ചുവന്ന പട്ടൊന്ന് ഇങ്ങനെ മേൽമുണ്ട് പോലെ എന്ന് പറയാനില്ല, കുറച്ച് അരയിൽ ഇങ്ങനെ കെട്ടിയ മാതിരി താഴത്ത് പട്ട്, അതായത് പാവുകൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഈ ചുവന്ന പട്ട് ഉടുപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണെന്ന് അയ്യപ്പസ്വാമിയുടെ ഒരു കാഴ്ച.
എല്ലാവരും അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെയും വന്ന് തൊഴുത് പ്രദക്ഷിണമായിട്ട് വന്ന് നേരെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരുമ്പോൾ വേണുഗോപാലനെയും കണ്ട് തൊഴാം, ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള. പിന്നെ മുകളിലേക്ക് നോക്കിയാൽ ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറേ നടയിൽ കൂടെ പുറത്തേക്ക് ഇങ്ങനെ വന്നാൽ നമ്മളെ കുളത്തിൻ്റെ രുദ്രതീർത്ഥ കുളത്തിൻ്റെ നടുക്കുള്ള കാളിയമർദ്ദന രൂപത്തെ ഒന്ന് കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ നേരെ വന്നിട്ട് ആ നാരായണാലയത്തിൽ കയറിയിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ആ കണ്ണൻ്റെ വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ നമ്മൾ ഭഗവതിയുടെ അവിടേക്ക് വരിക. ഭഗവതിയുടെ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നാളേക്കുള്ള ഇല്ലെന്നറയ്ക്കുള്ള കറ്റകൾ ഇങ്ങനെ കൊടുന്ന് നിറച്ചും വെച്ചിട്ടുണ്ട്. ലോറിയിൽ ഇങ്ങനെ കൊടുന്ന് ഇറക്കിയും കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ തൊഴാം. എന്താ വെച്ചാൽ ഇന്നിപ്പോൾ ധാരാളം തിരക്കുകളാണ്, ഈ വിനായക ചതുർത്ഥിയുടെ ആ ഒരു തിരക്കുകളാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണാം, പൂക്കളൊക്കെ കാണാം. അവിടെ നിന്നിട്ട് ഒന്നുകൂടി തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ നേരെ തെക്കേ നടയിലുള്ള കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാൻ പോരാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഭഗവാനെ മഹാദേവനെയും പാർവതീ ദേവീനെയൊക്കെ ഇങ്ങനെ കണ്ട് പ്രാർത്ഥിക്കാം. അപ്പം ഇന്നത്തെ നമ്മൾ ഉച്ചപൂജയും കളവപാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓമന രവീന്ദ്രൻജിയുടെ കൈവേദന കുറയാൻ വേണ്ടിയിട്ട്, അതേപോലെ ബിന്ദു പൂരാട്ടാതിക്ക് വീട് കിട്ടാൻ വേണ്ടിയിട്ട്, സത്യഭാമ ഐല്യത്തിന് കടം വീടാൻ വേണ്ടിയിട്ട്, അതുപോലെ മറ്റ് എല്ലാ ആളുകൾക്കൊക്കെ ആ ബിന്ദു ഉണ്ണിയുടെ ഭർത്താവിൻ്റെ അസുഖം മാറാനും കടം വീടാനൊക്കെ ആയിട്ടാണ്. എല്ലാവർക്കും, നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ ആ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ അവരവർ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കട്ടെ എന്നുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് ചെറിയൊരു കഥ. ഇന്നിപ്പോൾ ഗണേശൻ്റെ ചതുർത്ഥിയല്ലേ, അപ്പോൾ നമുക്ക് ഗണേശൻ്റെ പറ്റിയിട്ടുള്ള കഥ തന്നെ ആവാം. കുബേരൻ്റെ ഒരു കാര്യമാണ്. തൻ്റെ സമ്പത്തിൽ വളരെ അഭിമാനിച്ചിരിക്കുകയും ചെയ്തിരുന്നു. ലേശ അഹങ്കാരം ഉണ്ടായിരുന്നു കുബേരന്. ഒരു ദിവസം അദ്ദേഹം ഒരു വലിയ വിരുന്ന് സംഘടിപ്പിച്ചു. നിരവധി പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ ഇങ്ങനെ ക്ഷണിച്ചു. അദ്ദേഹം ശിവനെയും ക്ഷണിച്ചു. വിരുന്ന് നടത്താനുള്ള തൻ്റെ യഥാർത്ഥ ഉദ്ദേശം ശിവൻ അറിയാമായിരുന്നു. തൻ്റെ സമ്പത്ത് കാണിക്കാൻ മാത്രമാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അതിനാൽ തന്നെ മകൻ ഗണേശൻ വിരുന്നിൽ പങ്കെടുക്കുമെന്നും തന്നെയും തൻ്റെ വിശപ്പും പരിപാലിക്കുമെന്നും അദ്ദേഹം കുബേരനോട് പറഞ്ഞു. അപ്പോൾ ഗണേശനെ നന്നായി സേവിക്കാൻ കഴിയുമെന്ന് കുബേരന് ഉറപ്പുണ്ടായിരുന്നു. വിരുന്നിൻ്റെ ദിവസം ഗണേശൻ വന്നപ്പോൾ അദ്ദേഹം കഴിക്കാൻ തുടങ്ങി. നന്നായിട്ട് കഴിക്കാൻ കൊടുത്തു. അപ്പോൾ വേണ്ടതെല്ലാം കഴിക്കാൻ കൊടുത്തു. തനിക്ക് നൽകിയതെല്ലാം കഴിച്ചു. ഓരോ തവണയും കൂടുതൽ കൂടുതൽ ചോദിച്ചു. അപ്പോൾ ഒടുവിൽ എല്ലാ ഭക്ഷണവും തീർന്നു. വിരുന്നിന് വെച്ച എല്ലാ ഭക്ഷണവും തീർന്നു. അപ്പോൾ ഗണേശന് പിന്നെയും വിശപ്പുണ്ടായി. ഇനി അടുത്തതായി അദ്ദേഹം പാത്രങ്ങളും അവിടെ ഉണ്ടായിരുന്ന എന്താ പറയുക കസേരയും മേശയും ഒക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ കുബേരൻ പിന്നെ നേരെ സഹായത്തിനായിട്ട് ശിവൻ്റെ അടുത്തേക്ക് ഓടി. കാരണം ഇനിയിപ്പോൾ എന്താ ഈ ഗണേശൻ ഇങ്ങനെ കഴിക്കുക വെച്ചാൽ ഞാൻ എന്താ ചെയ്യുക, തന്നെയും പിടിച്ച് കഴിക്കുമോ എന്നുള്ളൊരു പേടിയായി. അപ്പോഴേക്കും അഹങ്കാരമൊക്കെ ഒരുവിധം ശമിച്ചു. തൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട്, തനിക്കിനി ഒന്നും വേണ്ട എന്നുള്ളൊരു അഹങ്കാരം ഉണ്ടായിരുന്നേ, അതൊക്കെ ശമിച്ചു തുടങ്ങി. അങ്ങനെ ഗണേശൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ ശിവൻ പറയുകയാണ്, ഞാനൊരു കാര്യം ചെയ്യാം, ഒരു കപ്പ് വറുത്ത മോദകം തരാം. ആ മോദകം കൊടുത്തിട്ട് ഇതങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തോളൂ, അപ്പോൾ ഒക്കെ ശരിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ ആ കുബേരൻ്റെ കയ്യിൽ വളരെ കുറച്ച് ഒരു മോദകം എടുത്ത് കൊടുത്തു. അങ്ങനെ അത് കൊടുത്ത് ഗണപതിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് അത് കഴിക്കാൻ കൊടുത്തപ്പോൾ പിന്നെ തൻ്റെ ഉള്ളിലുള്ള വിശപ്പൊക്കെ പോയി. അപ്പോൾ കുബേരന് തെറ്റ് മനസ്സിലായി. അപ്പോൾ എന്നിട്ട് ഗണപതിയോട് ക്ഷമ ചോദിച്ചു. അതായത് തൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഇത്ര അഹങ്കാരം ഉണ്ടായതെന്നൊക്കെ അത് പഠിപ്പിച്ച് തന്നേന് ഗണേശന് വളരെ നന്ദിയും പറഞ്ഞു. അങ്ങനെ ഒരു കഥയാണ് കേട്ടോ.
അതുപോലെ ചതുർത്ഥിയുടെ ആ ഒരു കാര്യം എന്താ വെച്ചാൽ ചന്ദ്രൻ്റെ ആ ഒരു വിഷയമാണ്. ഗണേശന് നല്ല മധുരപലഹാരങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭക്തൻ നന്നായിട്ട് അദ്ദേഹത്തിന് മധുരപലഹാരങ്ങളൊക്കെ കഴിച്ചു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വിരുന്ന് കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ കുബേരൻ്റെ അവിടുന്ന് കഴിച്ച് നിറഞ്ഞു വന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വയറൊക്കെ നിറഞ്ഞു. അങ്ങനെ നന്നായിട്ടിരുന്ന് കഴിച്ചു. അങ്ങനെ എഴുന്നേറ്റ് ബാക്കിയുള്ള ആ മധുരപലഹാരങ്ങളൊക്കെ ശേഖരിച്ച് തൻ്റെ വാഹനമായ ആ ചെറിയ എലിയിൽ കയറി പതുക്കെ ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എലിക്ക് ഭാരം താങ്ങാൻ കഴിയണില്ല. കാരണം അത് ഗണേശൻ മനസ്സിലായി. അപ്പോൾ ആ ഒരു പൊട്ടച്ചാലിൽ, അതായത് ഒരു ചാലിലേക്ക് അങ്ങോട്ട് വീണു. അങ്ങനെ വീണപ്പോൾ ഗണേശൻ അങ്ങനെ വീണു. ആ മധുരപലഹാരങ്ങളൊക്കെ എല്ലായിടത്തു നിന്നും ഇങ്ങോട്ട് ചെതറിപ്പോയി. അപ്പോൾ ഗണേശനാകെ വിഷമായി. കാരണം എന്താ ഇപ്പോൾ ചെയ്യുക, താൻ വീഴും ചെയ്തല്ലോ എന്ന്. അപ്പോൾ അത് കണ്ടിട്ട് എല്ലാ മധുരപലഹാരങ്ങളും ഒക്കെ ഇങ്ങനെ എടുക്കാൻ നോക്കുക. അപ്പോൾ ആരെങ്കിലും താൻ വീഴുന്നത് കണ്ടോ നോക്കിയപ്പോൾ ഇതെല്ലാം കണ്ട ആകാശത്തിലെ ചന്ദ്രൻ, അത് ശരിക്കും തമാശയായിട്ട് തോന്നിയാലും ചന്ദ്രൻ ഇങ്ങനെ ചിരിക്കുകയാണ്, പൊട്ടിച്ചിരിക്കുക. അപ്പോൾ സ്വന്തം ആ സുന്ദരമായ സവിശേഷതയെക്കുറിച്ച് ഇങ്ങനെ വിചാരിച്ചു ചന്ദ്രനെ. ഗണേശൻ്റെ കുടവേർ എപ്പോഴും ഉള്ളതുകൊണ്ടാണല്ലോ വീഴേണ്ടി വന്ന്, കണ്ണ് കാണാതെ, വയറ് പറഞ്ഞപ്പോൾ കണ്ണ് കാണാതെ വീണതല്ലേ എന്നിങ്ങനെ വിചാരിച്ചിട്ട് ആൾ പൊട്ടിച്ചിരിച്ചു. അത് കണ്ടപ്പോൾ ഗണേശൻ തന്നെ കോപം വന്നു. ചന്ദ്രനെ ശൂന്യനെന്ന് വിളിച്ചു. അതായത് ചതുർത്ഥി ദിവസം ചന്ദ്രനെ നോക്കുന്ന ആരെയും തെറ്റായി കുറ്റപ്പെടുത്തുമെന്ന് ശപിച്ചു. ചന്ദ്രന് തൻ്റെ തെറ്റ് മനസ്സിലാക്കി ഗണേശനോട് ശാപം നീക്കാൻ അപേക്ഷിച്ചു. ഇത് കണ്ട ഗണേശൻ മൃദുവായി ചന്ദ്രനോട് ക്ഷമിച്ചു. എന്നിട്ട് പറഞ്ഞു, ശാപം നീക്കാൻ കഴിയില്ല, എന്നാൽ അതിൻ്റെ ആഘാതം കുറയ്ക്കുമെന്നും അദ്ദേഹം ചന്ദ്രനോട് പറഞ്ഞു. ഗണേശ ചതുർത്ഥിയിൽ ചന്ദ്രനെ നോക്കിയ ഏതൊരാൾക്കും 2 ആഴ്ചയ്ക്കിടെ 2 ദിവസം ചന്ദ്രനെ നോക്കിയാലും കൃഷ്ണൻ്റെയോ സെമന്തക രത്നത്തിൻ്റെയോ കഥകൾ കേട്ടും പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ചെറിയ കഥകളാണ്, എന്നാലും എല്ലാവർക്കും കഥകളൊക്കെ ഇഷ്ടപ്പെടട്ടെ. അതുപോലെ എല്ലാവരും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഹരേ കൃഷ്ണ, ഗുരുവായൂരപ്പ ശരണം.